പഠിക്കാൻ വിദ്യാർത്ഥികളുടെ മാസദേവനാണ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് ഓർ സമാന്തര ശ്രേണികൾ. നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഷോർട്ട് ഫോം AS or AP എന്ന് പറയാം. AS മീൻസ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ AP മീൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതിന് മലയാളം സമാന്തര ശ്രേണികൾ. അതായത് നമ്മൾ ആദ്യം പഠിക്കുന്ന സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികളെ കുറിച്ചാണ്. സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കുറെ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നമ്പേഴ്സ്, ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ ഒരു പ്രത്യേക നിയമപ്രകാരം എഴുതുകയാണെങ്കിൽ അതിനെ പറഞ്ഞ സീക്വൻസ്. അതായത് സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് പറയാം 1 2 3 4 എക്സെട്രാ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ അതിനെ പറയുകയാണ് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണികൾ. ഇപ്പൊ സീക്വൻസ് പറഞ്ഞാൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് പറഞ്ഞാൽ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ലൈക്ക് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ. ദീസ് ആർ കോൾഡ് സീക്വൻസ്. നെക്സ്റ്റ് 2 4 6 8 എക്സെട്രാ. നെക്സ്റ്റ് 5 10 15 20 etc. Next 1 11 111 1111 etc. അതായത് സീക്വൻസ് മീൻസ് അതായത് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒരു പർട്ടിക്കുലർ റൂൾ പറയുകയാണെങ്കിൽ അതിനെ പറയുകയാണ് സീക്വൻസ്. സെറ്റ് ഓഫ് നമ്പേഴ്സ് ലൈക്ക് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻസർ ആൻഡ് പർട്ടിക്കുലർ റൂൾ is called sequence. Next നമ്മൾ സീക്വൻസ് ഫോം ചെയ്യണം. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ് 1 2 3 4 എക്സെട്രാ. 1 2 3 4 എക്സെട്രാ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതായത് എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി വെച്ചാൽ 1 2 3 4 എക്സെട്രാ. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് അതായത് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇരട്ട സംഖ്യകളുടെ ശ്രേണി ആകുമ്പോൾ 2 4 6 എക്സെട്രാ. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അതായത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. ഒറ്റ സംഖ്യ നമുക്കറിയാം ഫസ്റ്റ് ഒറ്റ സംഖ്യ 1 ആണ്, നെക്സ്റ്റ് 3 ആണ്, നെക്സ്റ്റ് 5 ആണ് എക്സെട്രാ. ഇതൊക്കെ സീക്വൻസ് ആണ്. അപ്പൊ സീക്വൻസ് മീൻസ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് പർട്ടിക്കുലർ റൂൾ ഒരു പ്രത്യേക രീതിയിലാണ് എഴുതണം. ഇതിനെ പറയുന്നത് സീക്വൻസ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇപ്പൊ സീക്വൻസ് മനസ്സിലായല്ലോ. ഇതാണ് സീക്വൻസ് മീൻസ് ആ ടേംസിനെ നമ്പേഴ്സിനെ കോമായിട്ട് പറയും. നെക്സ്റ്റ് സീരീസ് സംഭവമുണ്ട്. സീരീസ്, ഈ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് ഇവിടെ സൈൻ ചെയ്ത് പ്ലസ് എടുത്ത് പറയും. ഇതാണ് സീരീസ്. അപ്പൊ സീക്വൻസും സീരീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആകുമ്പോൾ ടേം കോമായിട്ട് പറയും, സീരീസ് ആകുമ്പോൾ ടേം പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് പറയും. ഇതാണ് സീക്വൻസും സീരീസ് തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് സീരീസ് 1 11 111 എക്സെട്രാ. These are series. ഇപ്പൊ സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ സീക്വൻസ് മീൻസ് ടേംസിനെയോ നമ്പേഴ്സിനെയോ കോമായിട്ട് പറയും, ഒരു പ്രത്യേക റൂളായി. നെക്സ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാല് ആ നമ്പേഴ്സിന് നമുക്ക് ആ സീക്വൻസിന്റെ ആ കോമ മാറി പ്ലസോ മൈനസോ. ഇതാണ് സീരീസ്. ഇപ്പൊ സീക്വൻസും സീരീസ്. നെക്സ്റ്റ് പോർഷൻ നമ്മൾ സീക്വൻസ് ഫോം ചെയ്യാനുള്ളത്. പലരും പറയേണ്ടത് ഈ സാധനത്തിന്റെ പേര് സ്ക്വയർ ആണ്. മലയാളം സമ്മതില്ല. സ്ക്വയർ നമ്മുടെ സൈഡ് എ ആണെങ്കിൽ, അതായത് വശം എ ആണെങ്കിൽ പെരിമീറ്റർ മീൻസ് നമുക്കറിയാം ചുറ്റളവ്. അത് കാണുന്ന ഇക്വേഷൻ 4 into a എന്നാണ്. അതായത് 4 into സൈഡ് എന്നാണ്. 4 into സൈഡ് അതായത് ഒരു സ്ക്വയറിന്റെ സൈഡ് എന്നാണ് പെരിമീറ്റർ ആണ്. ആ സൈഡിനെ 4 മൾട്ടിപ്ലൈ ആണ്. നമുക്ക് ഏരിയ കാണണമെങ്കിൽ, ഏരിയ മീൻസ് പരപ്പളവാണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ്. ഇവിടെ സൈഡ് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് മീൻസ് എ ഇൻറ്റു എ. നെക്സ്റ്റ് ഡയഗണൽ, വികരണം കാണാൻ ഡയഗണൽ ഇസ് ഇക്വൽ ടു സൈഡ് ഇൻറ്റു റൂട്ട് 2 എന്നാണ്. അതായത്
√2a. നമ്മളിപ്പോ ഏത് പറഞ്ഞാൽ എന്താണ്? സൈഡാണ് അല്ലെങ്കിൽ വശമാണ്. അപ്പൊ നമുക്ക് പെരിമീറ്റർ ആണെങ്കിൽ 4ന്റെ സൈഡും ഏരിയ ആണെങ്കിൽ സൈഡിന്റെ സൈഡും ഡയഗണൽ കാണാൻ സൈഡിന്റെ √2 ഉപയോഗിക്കണം. അപ്പൊ 3 ഇക്വേഷൻ പഠിച്ച് പെരിമീറ്റർ ചുറ്റളവ് എങ്ങനെ ചുറ്റളവ് മീൻസ് നമുക്കറിയാം സൈഡിന്റെ സമ്മിന് നമ്മൾ എന്ത് പറഞ്ഞാൽ ചുറ്റളവ് പെരിമീറ്റർ പറയുന്നത്. ഒരു സൈഡ് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ പെരിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ഏരിയ കാണണമെങ്കിൽ അതിന്റെ സൈഡ് കൊണ്ട് ചെയ്യണം. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആകുമ്പോൾ ലെന്തിന്റെ വൃത്താണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ സ്ക്വയറിന്റെ സൈഡ് കാണാൻ സൈഡിന്റെ സൈഡാണ്. കാരണം ലെന്ത് വൃത്തി ഈക്വലാണ് സൈഡിന്റെ സൈഡ്. നെക്സ്റ്റ് ഡയഗണൽ കാണാൻ √2ന്റെ സൈഡ് അല്ലെങ്കിൽ √2a. ഇവിടെ സൈഡ് എ ആയതുകൊണ്ട് പെരിമീറ്റർ 4 ഏരിയ a ഡയഗണൽ √2a. അപ്പൊ 3 പോയിന്റ് മനസ്സിലായോ? പെരിമീറ്റർ കാണാൻ 4ന്റെ സൈഡും ഏരിയ കാണാൻ സൈഡിന്റെ സൈഡും ഡയഗണൽ കാണാൻ √2ന്റെ സൈഡ് അപ്ലൈ ചെയ്യും. മൂന്ന് പെരിമീറ്റർ മീൻസ് ചുറ്റളവ്. ചുറ്റളവ് 4 into a. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ സമം സൈഡ് into സൈഡ് അല്ലെങ്കിൽ a into a. ഡയഗണൽ വികരണം, അതായത് ഇതാണ് വികരണം ഡയഗണൽ. ആ ഡയഗണൽ √2 into സൈഡ്. അപ്പൊ √2a എന്ന് പറയാം. നമുക്കൊരു സീക്വൻസ് ഫോം ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് 4 സ്ക്വയർ ചെയ്യും. ഫസ്റ്റ് സ്ക്വയർ 1 സെന്റിമീറ്റർ സൈഡ് ആയിരിക്കും. നെക്സ്റ്റ് 2 സെന്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സീക്വൻസ് ഫോം ചെയ്യാൻ പോവാം. ഇവിടെ നമുക്ക് എന്തൊക്കെ സീക്വൻസ് എഴുതാൻ പോകണം? അതായത് സീക്വൻസ് ഓഫ് സൈഡ്സ് എഴുതാം. അതായത് വശങ്ങൾ സ്പ്രെഡ് എഴുതാൻ പറ്റും, പെരിമീറ്റേഴ്സിന്റെ സ്പ്രെഡ് എഴുതാൻ പറ്റും, നെക്സ്റ്റ് ഏരിയയുടെ സീക്വൻസ് എഴുതാൻ പറ്റും, ലാസ്റ്റ് ഡയഗണൽസിന്റെ സീക്വൻസ് എഴുതാൻ പറ്റും. അപ്പൊ 4 സീക്വൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് വൺ സീക്വൻസ് ഓഫ് സൈഡ്സ്, അതായത് വശങ്ങളുടെ ശ്രേണി 1, 2, 3, എക്സെട്ര. ഒരു പ്രത്യേക കാര്യം, ഒരു സീക്വൻസ് നമ്മൾ എഴുതുമ്പോൾ മിനിമം 3 ലെറ്റർ വേണം. 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതിൽ കൂടെ പറയാൻ പാടില്ല. അപ്പൊ നോക്കിയേ, സീക്വൻസ് ഓഫ് സൈഡ്സ്. സീക്വൻസ് ഓഫ് സൈഡ്സ് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര. അതായത് സൈഡ്സിന്റെ ശ്രേണി. സീക്വൻസ് ഓഫ് സൈഡ് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ്. പെരിമീറ്റർ ആണ് ഇക്വേഷൻ 4 into സൈഡ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് 1 ആണ്. അപ്പൊ അതിന്റെ പെരിമീറ്റർ 4 into 1. 4 into 1. നെക്സ്റ്റ് 4 into 2. നെക്സ്റ്റ് 4 into 3. അപ്പൊ നമുക്ക് എഴുതാം 4 into 1 4 ആണ്. 4 into 2 8 ആണ്. 4 into 3 12 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് സീക്വൻസ് ഓഫ് സൈഡ് ഉണ്ട്, സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഉണ്ട്. പെരിമീറ്റർ ആണ് ചെയ്യണം, സൈഡ്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ആ 3 സ്ക്വയറിന്റെ സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് ഓഫ് ഏരിയാസ്, അതായത് പരപ്പളവുകളുടെ ശ്രേണി. എന്താണ് ഏരിയ ഇക്വേഷൻ? സൈഡിന്റെ സൈഡ്, അതായത് വശത്തെ വശം ഗുണിക്കണം. ഇവിടെ പറയാം ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1 അല്ലേ, അപ്പൊ അതിന്റെ ഏരിയ 1 into 1 അല്ലെങ്കിൽ 1 സ്ക്വയർ. നെക്സ്റ്റ് 2 into 2. നെക്സ്റ്റ് 3 into 3 എക്സെട്ര. 1 into 1 1 ആണ്. 2 into 2 4 ആണ്. 3 into 3 9 ആണ്. ഓക്കെ, സീക്വൻസ് 1, 4, 9 എക്സെട്ര. സീക്വൻസ് ഓഫ് ഡയഗണൽസ്. ഇപ്പൊ ഡയഗണൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡയഗണൽ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വികരണങ്ങളുടെ ശ്രേണി കാണാൻ നമ്മുടെ സൈഡ് എന്താണോ അതിനെ √2 മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ സൈഡ് 1 ആയതുകൊണ്ട് 1 into √2. 1 into √2. നെക്സ്റ്റ് 2 into √2. നെക്സ്റ്റ് 3 into √2 എക്സെട്ര. എന്താ 1 into √2? √2. എന്താ 2 into √2? 2 √2. എന്താ 3 into √2? 3 √2. എന്താ പറയാം, നമുക്ക് തന്നിരിക്കുന്ന 3 സ്ക്വയർ ഉണ്ട്, അതിന്റെ സൈഡ് 1, 2, 3. ഫസ്റ്റ് വൺ സീക്വൻസ് ഓഫ് സൈഡ്സ് 1, 2, 3, എക്സെട്ര. നെക്സ്റ്റ് സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ്, അതായത് ചുറ്റളവുകളുടെ ശ്രേണി. ചുറ്റളവുകളുടെ ശ്രേണി എന്ന് കാണാൻ എന്ത് ചെയ്യണം? ഓരോ സ്ക്വയറിന്റെ സൈഡിനെ 4 മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1 ആയതുകൊണ്ട്
4 into 1. Next 4 with 2. Next 4 with 3. അപ്പോൾ ആൻസർ നമുക്ക് 4, 8, 12 etc. Next sequence of area. Area ആണ് സൈഡിന്റെ സൈഡാണ്. Next first square 1 ആണ്. അപ്പോൾ 1 ആകുമ്പോൾ 1 into 1. Next 2 into 2. Next 3 into 3. അപ്പോൾ ആൻസർ 1, 4, 9 etc. ലാസ്റ്റ് സീക്വൻസ് ഓഫ് ഡയഗണൽസ്, അതായത് വികരണങ്ങളുടെ ശ്രേണി ആണ്. വികരണം കാണാൻ എന്ത് ചെയ്യണം അറിയാമോ? നമുക്ക് എന്താണ് നമ്മുടെ സൈഡ് അതിന്റെ √2 വിളിച്ചാൽ മതി. ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1 ആയതുകൊണ്ട് 1 into √2. നെക്സ്റ്റ് 2 into √2. നെക്സ്റ്റ് 3 into √2. ആൻസർ ആയി 1 √2. 1 √2 means √2. നെക്സ്റ്റ് 2 √2. നെക്സ്റ്റ് 3 √2 etc. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ സ്ക്വയർ ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ ആണ്, ഇവിടെ സൈഡ് 1.5 സെന്റിമീറ്റർ ആണ്, നെക്സ്റ്റ് 2 സെന്റിമീറ്റർ ആണ്, നെക്സ്റ്റ് 2.5 സെന്റിമീറ്റർ ആണ്. ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1 സെന്റിമീറ്ററും രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1.5. ഈ 1.5 മിക്സഡ് ആണ്, അതായത് മിശ്രഭിന്നം. മിശ്രഭിന്നത്തെ നമ്മൾ മിശ്രമഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആക്കണം. നെക്സ്റ്റ് 2 സെന്റിമീറ്റർ, നെക്സ്റ്റ് 2.5 സെന്റിമീറ്റർ. ഫസ്റ്റ് നമുക്ക് എഴുതാം സീക്വൻസ് ഓഫ് സൈഡ്സ് ആണ്. നേരത്തെ എഴുതി അതേപോലെ തന്നെ സീക്വൻസ് ഓഫ് സൈഡ്സ് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തുണ്ട് എങ്ങും പോകേണ്ട 1, 1.5, 2, 2.5. ഫസ്റ്റ് 1, 1.5, 2, 2.5. ഫസ്റ്റ് 1, നെക്സ്റ്റ് 1.5, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 2.5 etc. ഒന്നാമത്തെ സീക്വൻസ് ഓഫ് സൈഡ്, അതായത് വശങ്ങളുടെ ശ്രേണി. നെക്സ്റ്റ് വൺ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ്. പെരിമീറ്റേഴ്സ് ആണെന്ന് അറിയാം. നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് ആണ് 4 മൾട്ടിപ്ലൈ ആണ്. ഇവിടെ വേറെ പ്രശ്നമുണ്ട്, ഇവിടെ 1.5 ആണ്. 1.5 നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇംപ്രോപ്പർ ആക്കണം. ഇംപ്രോപ്പർ ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനെ ആ ഹോൾ നമ്പർ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 1 into 2 എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. അപ്പോൾ 1 into 2, 2 plus 1 3. അപ്പോൾ 3/2 വരും. ഇവിടെ 2.5 ആണ്. 2.5 എന്ന് പറഞ്ഞാൽ അത് 5/2 വരും. അപ്പൊ നോക്കിയേ, നമുക്ക് പെരിമീറ്റേഴ്സിന്റെ സീക്വൻസ് ആണ്. ഒന്നാമത്തെ സ്ക്വയറിന്റെ സൈഡ് 1 ആണ്. അപ്പോൾ 1 into 4. നെക്സ്റ്റ് 3/2 into 4. നെക്സ്റ്റ് 2 into 4. നെക്സ്റ്റ് 5/2 into 4 etc. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 4 4. നെക്സ്റ്റ് ടൈം 2 4 ക്യാൻസൽ, 3 into 2 6. നെക്സ്റ്റ് 2 into 4 8. This 2 4 cancelled, 5 into 2 10 etc. അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടി 4 കിട്ടി, 6 കിട്ടി, 8 കിട്ടി, 10 കിട്ടി. നെക്സ്റ്റ് വൺ സീക്വൻസ് ഓഫ് ഏരിയ. ഏരിയയുടെ സീക്വൻസ്, അതായത് പരപ്പളവുള്ള ശ്രേണി. പരപ്പളവ് നമ്മൾ എന്ത് ചെയ്യണം? സൈഡ് സൈഡ്. ഫസ്റ്റ് 1 ആയതുകൊണ്ട് 1 into 1. നെക്സ്റ്റ് 3/2, അപ്പോൾ 3/2 into 3/2. നെക്സ്റ്റ് 2 into 2 into 2. നെക്സ്റ്റ് 5/2 ആയതുകൊണ്ട് 5/2 into 5/2. അതായത് ഫസ്റ്റ് 1 ആകുമ്പോൾ 1 into 1. നെക്സ്റ്റ് 3/2 ആകുമ്പോൾ 3/2 into 3/2. നെക്സ്റ്റ് 2 ആകുമ്പോൾ 2 into 2. നെക്സ്റ്റ് 5/2 ആകുമ്പോൾ 5/2 into 5/2. ഫസ്റ്റ് 1 into 1. നെക്സ്റ്റ് 3/2 into 3/2. നെക്സ്റ്റ് 2 into 2. നെക്സ്റ്റ് 5/2 into 5/2 etc. ഇനി ചെയ്യുമ്പോൾ 1 into 1 1. 3/2 into 3/2 9/4. 2 into 2 4. 5/2 into 5/2 25/4 etc. പക്ഷെ പ്രശ്നം നമ്മുടെ ക്വസ്റ്റിനകത്ത് സൈഡ് മിക്സഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ ഇംപ്രോപ്പർ. അപ്പൊ ഇംപ്രോപ്പറിനെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും മിക്സഡിലേക്ക് മാറ്റണം. അതായത് 9/4 മിക്സഡ് ആക്കണം, 25/4 മിക്സഡ് ആക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ നമുക്കറിയാം. 9/4 നമ്മൾ മിക്സഡ് ആക്കണമെങ്കിൽ 9/4 ഡിവൈഡ് ചെയ്യണം. 9 എത്ര 4 ഉണ്ട് നോക്കണം. 1 into 4 4, 2 into 4 8. അപ്പൊ 2 into 4 8, റിമൈൻഡർ 1. അപ്പൊ ഏത് കൊണ്ട് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഹർണവർ ഉണ്ടല്ലോ, അതായത് കോഷ്യന്റ്, ആ കോഷ്യന്റ് അതാണ് 2. എന്നിട്ട് റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവൈസ്. അപ്പം 2 and 1/4. നെക്സ്റ്റ് വൺ 4 അല്ല, മാറ്റമൊന്നുമില്ല. അടുത്ത 25/4. 25നെ 4 ഡിവൈഡ് ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 times 6 into 4 ആണ് 24. 6 into 4 24. റിമൈൻഡർ 1. അപ്പൊ നമുക്ക് എഴുതാം ഇവിടെ കോഷ്യന്റ്, അതായത് ഹരണഫലം 6 ആണ്. അപ്പൊ 6 into റിമൈൻഡർ 1. 6 into 1/4.
4. അപ്പൊ സീക്വൻസ് കിട്ടി 1 2 and 1 by 4 4 6 and 1 by 4. നമ്മുടെ ലാസ്റ്റ് സീക്വൻസ് ഓഫ് ഡയഗണൽസ് ആണ്. സീക്വൻസ് ഓഫ് ഡയഗണൽസ്, അതായത് വികർണങ്ങളുടെ ശ്രേണി. ഇതാണ് വികരണം അല്ലെങ്കിൽ ഡയഗണൽ. ഫസ്റ്റ് സൈഡ് 1 ആണ്. അപ്പൊ 1 into root 2 1 root 2. എന്താണോ സൈഡ് അതിന്റെ റൂട്ട് വിളിക്കണം. അപ്പൊ 1 into root 2. നെക്സ്റ്റ് 3/2 3/2 into root 2. നെക്സ്റ്റ് 2. അപ്പൊ 2 into root 2. നെക്സ്റ്റ് 5/2 into root 2 etc. അതായത് നമ്മുടെ സൈഡ് എന്താണോ അതിന്റെ റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്ത് 1 into root 2 root 2. നെക്സ്റ്റ് 3/2 root 2. നെക്സ്റ്റ് 2 root 2. ലാസ്റ്റ് 5/2 root 2 etc. അപ്പൊ നമുക്ക് കിട്ടി സീക്വൻസ് ഓഫ് ഡയഗണൽസ് കിട്ടി. root 2 3/2 root 2 2 root 2 5/2 root 2. അപ്പൊ നമ്മൾ 4 സീക്വൻസ് എഴുതിയത് ഫസ്റ്റ് എഴുതിയത് സൈഡാണ് 1 1.5 2 2.5. നെക്സ്റ്റ് നമുക്ക് പെരിമീറ്റർ ആയിരുന്നു. പെരിമീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യണം? ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ, ഓരോ സൈഡിനെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഏരിയ എന്ത് ചെയ്യണം? ഏരിയ സീക്വൻസ് ഓരോ സൈഡിനെ സൈഡ് ടു സൈഡ് 1 ആകുമ്പോൾ 1 into 1, അടുത്ത 3/2 3/2, അടുത്ത 2 into 2, അടുത്ത 5/2 5/2. ലാസ്റ്റ് സീക്വൻസ് ഓഫ് ഡയഗണൽസ് കാണാൻ നമ്മുടെ സൈഡ് എന്താണോ അതിനെ റൂട്ട് 2 വിളിക്കണം. 1 ആകുമ്പോൾ 1 root 2, 3/2 ആകുമ്പോൾ 3/2 root 2, 2 ആകുമ്പോൾ 2 root 2, 5/2 ആകുമ്പോൾ 5/2 root 2. അപ്പൊ ചെയ്യുന്ന സ്റ്റെപ്പ് ഗവൺമെന്റ് ആ സൈഡ് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് പെരിമീറ്റർ ആണ് എന്ത് ചെയ്യണം? ഓരോ സൈഡ്സിനെ 4 മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത ഏരിയ ആണ് എന്ത് ചെയ്യണം? സൈഡിനെ സൈഡ് കൊണ്ട് ഇൻഡ് ചെയ്യണം. അടുത്ത ഡയഗണൽ കാണാൻ നമ്മുടെ സൈഡ് എന്താണോ അതിനെ റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് ഈ സ്ക്വയറിന്റെ സംഭവം കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഈ ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യാൻ സംഭവം, അത് നമ്മള് 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്നതാണ്. ഒന്ന് നമ്മള് ഡൗട്ട് ചെയ്യാൻ വേണ്ടി മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാൻ, അതായത് മിശ്ര ഭിന്നത്തെ വിഷമം പഠിക്കണം. 3 and 1/2 ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്താണെന്നറിയോ? ഒരു ഹോൾ നമ്പർ പ്ലസ് ഒരു പ്രോപ്പർ, അതായിരിക്കും മിക്സഡ് ഫ്രാക്ഷൻ. ഹോൾ നമ്പർ മീൻസ് 0 1 2 എന്ന് പറയാം. അതുകൊണ്ട് ഇത് ഫ്രാക്ഷനാണ്, സാധാ ഫ്രാക്ഷനാണ് 1/2. ഈ മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഇംപ്രോപ്പർ ആക്കാം, അതായത് വിഷമമാക്കാം. സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതാണ് ഡിനോമിനേറ്റർ 2 ഉണ്ടല്ലോ, ആ 2 കൊണ്ട് ഈ ഹോൾ നമ്പറെ മൾട്ടിപ്ലൈ ചെയ്യും. 3 into 2 അതിന് നമ്മളെ ന്യൂമറേറ്റർ ആഡ് ചെയ്യണം 1 ഹോൾ ഡിവൈഡഡ് ബൈ എവിടെ ഡിനോമിനേറ്റർ ഉണ്ടാണോ അതിന് അവിടെ എഴുതണം 2. അപ്പൊ ആൻസർ കിട്ടി 3 into 6 6 plus 1 7/2. ഇങ്ങനെയാണ് നമ്മൾ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുന്നത്. അതർ കേസ് 5 and 1/3. അപ്പൊ സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കും? ഇവിടെ 3 ആണ് ഡിനോമിനേറ്റർ. 3 into 5 and 1 ആഡ് ചെയ്യണം. അപ്പൊ 3 into 5 plus 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. ആൻസർ 3 into 5 15. 15 plus 1 16. 16/3. അപ്പൊ ചെയ്യേണ്ട സംഭവം മനസ്സിലായല്ലോ. അതായത് ഛേദം എന്താണോ ഛേദം കൊണ്ട് അവിടെ ഒരു അകണ്ട സംഖ്യ ഉണ്ട്, അകണ്ട സംഖ്യ ഗുണിക്കണം. അതായത് 2 into 3 6, എന്നിട്ട് 1 ആഡ് ചെയ്യണം, ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. അത് ന്യൂമറേറ്ററിൽ, അതായത് പിന്നെ ഛേദം ഛേദമായിരുന്നു, ഡിനോമിനേറ്റർ. നെക്സ്റ്റ് കേസ് 7 and 2/3. അപ്പൊ എങ്ങനെയാ നമ്മൾ പറയാം? ആദ്യം 3 into 7 പ്ലസ് ന്യൂമറേറ്റർ, അതായത് അംശം 2 ഹോൾ ഡിവൈഡഡ് ബൈ 3. 3 into 7 നമുക്കറിയാം 21 ആണ്. അപ്പൊ 21 plus 2 ഡിവൈഡഡ് ബൈ 3. ആൻസർ കിട്ടി നമുക്ക് 23/3. ഇങ്ങനെയാണ് നമ്മൾ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കുന്നത്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി പഠിച്ചു. നെക്സ്റ്റ് കേസ് അതിന്റെ റിവേഴ്സ് പഠിക്കണം. നേരത്തെ നമ്മൾ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാൻ പഠിച്ചു, അതായത് മിക്സഡിനെ വിഷമമാക്കാൻ പഠിച്ചു. ഇനി തിരിച്ച് ഇംപ്രോപ്പറിനെ എങ്ങനെ മിക്സർ ആക്കാം, അതായത് വിഷമ ഭിന്നത്തെ എങ്ങനെ മിക്സർ ഭിന്നാക്കാം. ഒരു 5/4 5/4 രണ്ടാം, ഇത് ഇംപ്രോപ്പർ ആണ്. കാരണം അംശം വലുതും ഛേദിച്ചത് മുകളിൽ വലുതും താഴെ വരുമ്പോഴാണ് നമ്മൾ ഇംപ്രോപ്പർ ആണ്, വിഷമം നടന്നത്. ഇതിനെ നമുക്ക് മിക്സർ ആക്കണമെങ്കിൽ ഈ 5നെ 4 ഡിവൈഡ് ചെയ്യണം, 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 അടുത്ത 4 നോക്കണം. 5 ഒരു 4 എടുക്കും. 1 into 4. അപ്പൊ 1 into 4 4 ആണ്. റിമൈൻഡർ 1 വരും. ഇപ്പൊ നമുക്ക് എഴുതാം, ഇവിടെ മുകളിൽ വന്ന സംഭവം 1 അല്ലേ, 1 ആദ്യം എഴുതാം. 1
പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമുക്ക് സിസ്റ്റം കിട്ടിയത് അതേ ഡിവൈഡ് ബൈ നമ്മൾ എന്താണോ ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് അതായത് 1/4 1/4. നെക്സ്റ്റ് 9/5 ഇംപ്രോപ്പർ ആണ്, അതിനൊക്കെ മിക്സർ ആകും. അപ്പൊ 9 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9/5 9 എത്ര 5 ഉണ്ട്? അവിടെ 1 ഉള്ളൂ. 1 × 5 5 റിമൈൻഡർ 4. അപ്പൊ എങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എടുക്കും? നമുക്ക് കിട്ടിയ കോഷ്യന്റ് ഇതാണ്, കോഷ്യന്റ് ഹരണഫലം അത് എഴുതാൻ ആദ്യം എന്തായാലും. പിന്നെ നമ്മൾ ചെയ്യുന്നത് റിമൈൻഡർ ഡിവൈഡർ ബൈ ഡിവിസർ, അതായത് സിസ്റ്റം ബൈ ഹാരം. നെക്സ്റ്റ് 33 ഡിവൈഡർ ബൈ 9. 33 9 ഡിവൈഡ് ചെയ്യണം. 33 എത്ര 9 ഉണ്ട്? 3 27. ബാലൻസ് 30 7 6. അപ്പൊ ആൻസർ കിട്ടിയ നമുക്ക് ഇവിടെ മുകളിൽ കിട്ടിയ 3 ആണ്. അപ്പൊ 3 and 6/9. ഇങ്ങനെയാണ് നമ്മൾ ഇംപ്രോപ്പറിനെ മിക്സ് ആക്കുന്നത്. അപ്പൊ ഇംപ്രോപ്പർ മിശ്രമം ആക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ്. നമ്മൾ നമ്പർ സീക്വൻസ് ഫോം ചെയ്യണം. ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം. സ്ക്വയർ മീൻസ് സമചതുരം. റെഗുലർ പെന്റഗൺ സമപഞ്ചഭുജം and so on. Regular of regular pairs. First one, number of sides are. That's the sum of inner angles. That's the sum of outer angles. That's the sum of one inner angle. That's the one outer angle. നമുക്ക് സീക്വൻസ് ഫോം ചെയ്യേണ്ടത് നമ്പർ ഓഫ് സൈഡ്സ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, വൺ ഇന്നർ ആംഗിൾ, വൺ ഔട്ടർ ആംഗിൾ. അതായത് നമുക്ക് സീക്വൻസ് ഫോം ചെയ്യണം, അതായത് ശ്രേണികൾ ഫോം ചെയ്യണം. ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമുക്കറിയാം ഏറ്റവും ചെറിയ ജോമെട്രിക് ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. പിന്നെ സ്ക്വയർ, റെഗുലർ പെന്റഗൺ, അതായത് സൈഡ്സ് ഒരേ ഈക്വലായിരിക്കണം. റെഗുലർ പോളിഗൺസ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയർ, റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ. അതായത് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം എന്നിങ്ങനെയുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമുക്കറിയാം ഏറ്റവും ചെറിയ ജോമെട്രിക് ഫിഗർ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. അപ്പൊ 3 ഇപ്പൊ വളരെ 3 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 3 ട്രയാങ്കിളിന്. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് നോക്കുമ്പോൾ 3 ആണ്. അടുത്ത സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം 4 ആണ്. സ്ക്വയർ മീൻസ് സമചതുരം. അടുത്ത റെഗുലർ പെന്റഗൺ 5 ആണ്. അപ്പൊ മനസ്സിലാക്കി 3, 4, 5 എക്സെട്രാ. ഇതാണ് നമ്പർ ഓഫ് സൈഡ്സ്, അതായത് സൈഡ്സിന്റെ സീക്വൻസ്. ട്രയാങ്കിളിൽ 3 സൈഡും, സ്ക്വയറിൽ 4 സൈഡും, പെന്റഗണിൽ 5 സൈഡും, പിന്നെ 3, 4, 5, 6 ആണ്. നമുക്ക് മിനിമം 3, 4, 5 എക്സെട്രാ. അപ്പൊ ഫസ്റ്റ് വൺ ട്രയാങ്കിൾ സൈഡ് ആണ്. നെക്സ്റ്റ് സമചതുരത്തിന്റെ സൈഡ് ആണ്. നെക്സ്റ്റ് സമപഞ്ചഭുജം 3, 4, 5. അടുത്ത പഠിക്കുന്ന സം ഓഫ് ഇന്നർ ആംഗിൾ ആണ്. നമുക്കറിയാം ട്രയാങ്കിൾ സം ഓഫ് ഇന്നർ 180 ആണ്. അപ്പൊ ഫസ്റ്റ് 3 സൈഡ്സ് ആകുമ്പോൾ 180. അപ്പൊ 4 സൈഡ്സ് ആകുമ്പോൾ 180 ആണ്. അതായത് സൈഡ് 1 ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒന്ന് കൂടുമ്പോൾ 180 കൂട്ടി ഇടണം. ട്രയാങ്കിൾ സൈഡ് 180 ആണെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് പ്ലസ് 180, അപ്പൊ 360. നെക്സ്റ്റ് 5 സൈഡ് ആകുമ്പോൾ വീണ്ടും പ്ലസ് 180, അപ്പൊ 180 കൂടി പോകും. അപ്പൊ ട്രയാങ്കിളിന്റെ ആകുമ്പോൾ നമുക്ക് എഴുതാം 180 ആണ്. സ്ക്വയർ ആകുമ്പോൾ വീണ്ടും, അതായത് പൊളികളുടെ പ്രത്യേക കേസ് സൈഡ് ഇൻക്രീസ് അനുസരിച്ച് ആംഗിളുടെ സം എപ്പോഴും 180 കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ 4 സൈഡ്സ് ആകുമ്പോൾ 180 പ്ലസ് 180 ആണ്. അതായത് 150 പ്ലസ് 150 360 ആയിരിക്കും. ആണ് 5 സൈഡ്സ് ആകുമ്പോൾ വീണ്ടും ഒരു 180 കൂടണം. 360 പ്ലസ് 180 540 എക്സെട്രാ. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5 ആകുമ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതായത് ആന്തര കോണുകളുടെ തുക. ഇത് വശഘടനവും ഇത് ആന്തര കോണുകളുടെ തുകയാണ്. സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ നമുക്കറിയാം ട്രയാങ്കിൾ സം ഓഫ് ഇന്നർ 180 ആണ്. 3 സൈഡ്സ് ആകുമ്പോൾ 180, 4 സൈഡ്സ് ആകുമ്പോൾ ഒരു സൈഡ് കൂടിയതോടെ 1 കൂടിയത് 1 കൂടുമ്പോൾ 180 ആടി. ഇപ്പൊ പ്ലസ് 180 360, വീണ്ടും 1 ആടി, വീണ്ടും 180 ആടി. അടുത്ത സം ഓഫ് ഔട്ടർ ആംഗിൾസ്, അതായത് ബാഹ്യ കോണുകളുടെ തുക. ഏതൊരു പൊളികളുടെയും ബാഹ്യ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് അൺചേഞ്ച് ആണ്, മാറ്റമുള്ള കാര്യങ്ങളാണ്. അതായത് എപ്പോഴും 360 ആയിരിക്കും, എല്ലാത്തിനും 360 ആയിരിക്കും. ഏത് പൊളികൾ എടുത്താലും അതിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ ഒഴിച്ചാൽ 360 ആയിരിക്കും, അതിന് ചേഞ്ച് ആവില്ല.
Okay. Upper side 3, 4, 5, etc. Sum of inner 180, 360, 540, etc. And the sum of outer. ഏതൊരു പൊളികളുടെയും ഔട്ടർ ആംഗിൾ സം 360 ആയിരിക്കും. ഇപ്പൊ 10 സൈഡ് ആയാലും 360 ആയിരിക്കും, 100 സൈഡ് ആയാലും 360 ആയിരിക്കും. ഏതൊരു പൊളികളുടെ സം ഓഫ് ഔട്ടർ വെച്ചാൽ 360 ആയിരിക്കും. 1 ഇന്നർ ആംഗിൾ. റെഗുലർ പൊളികൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് 1 ഇന്നറും 1 ഔട്ടറും കാണാൻ പറ്റൂ. ഇപ്പൊ വെറുതെ ട്രയാംഗിൾ സ്ക്വയർ പെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡ്സ് ഈക്വൽ ആംഗിൾസ് ഈക്വൽ ആവുന്നില്ല. റെഗുലർ ആണെങ്കിൽ സൈഡ്സിന്റെ ലെങ്തും ഡിഗ്രി ഓഫ് ആംഗിൾസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് വശങ്ങളുടെ നീളവും കോണുകളുടെ ഡിഗ്രി അളവ് എപ്പോഴും തുല്യമായിരിക്കണം. ഫസ്റ്റ് വൺ ഇന്നർ ആംഗിൾ ആണ്. അപ്പൊ ആദ്യം കണ്ടുപിടിക്കാൻ നമ്മൾ ട്രയാംഗിൾ ആയിരിക്കണം. അപ്പൊ ട്രയാംഗിളിന്റെ ഇന്നർ ആംഗിളിന്റെ സം എത്ര? 180 അല്ലേ? അപ്പൊ 180 നമുക്ക് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് സൈഡ് ഡിവൈഡ് ചെയ്യണം. അതായത് സം ഓഫ് ഇന്നർ 180 ആണ്, നമ്പർ ഓഫ് സൈഡ് 3 ആണെങ്കിൽ 1 ഇന്നർ കാണാൻ, അതായത് ഒരു ആന്തരകോൺ കാണാൻ 180/3 എന്ന് എടുക്കണം. 180/3. അപ്പൊ അടുത്ത എന്തായിരിക്കും? അടുത്തതിന്റെ സം ഓഫ് ഇന്നർ 360 ആണ്. അപ്പൊ 1 കാണാൻ ചെയ്യണം 360/4. 360/4. അപ്പൊ അടുത്ത കാണാം, അടുത്തതിന്റെ സം ഓഫ് ഇന്നർ 540 ആണ്. സൈഡ് 5 ആണ്. 540 ഡിവൈഡ് ബൈ 5 എന്ന് എക്സെട്രാ. എന്താണ് 180/3? 180/3 ഡിവൈഡ് ചെയ്യുമ്പോൾ 60. 364 ഡിവൈഡ് ചെയ്യുമ്പോൾ 90. 540 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 108 എക്സെട്രാ. അപ്പൊ ആ സീക്വൻസ് കിട്ടി. 1 ഇന്നറിന്റെ സീക്വൻസ് കിട്ടി. അതായത് ഒരു ആന്തരകോണിന്റെ ശ്രേണി കിട്ടി. 60, 90, 108. നെക്സ്റ്റ് 1 ഔട്ടർ ആംഗിൾ. നമുക്കറിയാം എല്ലാത്തിന്റെ ഔട്ടർ ആംഗിൾ 360 ആണല്ലോ. ഏതൊരു പൊളികൾ എടുത്താലും ഏതൊരു ബഹുഭുജം എടുത്താലും അതിന്റെ എല്ലാം ഔട്ടർ ആംഗിൾ സം, അതായത് ബാഹ്യ പുറമെ തുക, പുറം കോണുള്ള തുക എപ്പോഴും 360 ആയിരിക്കും. അപ്പൊ 1 ഔട്ടർ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സം ഓഫ് ഔട്ടർ 360 ആണ്. അപ്പൊ 360/3 എടുക്കുക. നെക്സ്റ്റ് 360/4 എടുക്കുക. അടുത്ത 360/5 എടുക്കുക. അപ്പൊ ഏത് ഔട്ടർ 1 ഔട്ടർ എടുത്താലും 360 ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് 360/3. നെക്സ്റ്റ് 360/4. നെക്സ്റ്റ് 360/5 എക്സെട്ര. 360 ഡിവൈഡ് ചെയ്യുമ്പോൾ 120. ഈ 120 പ്രത്യേകമുണ്ട്. ഏറ്റവും വലിയ ഔട്ടർ ആംഗിൾ ആണ്. അതായത് ട്രയാംഗിളിന്റെ ഔട്ടർ ആംഗിൾ ഏറ്റവും വലുത്. പിന്നെ നമുക്ക് കുറഞ്ഞ അടുത്ത 90, അടുത്ത 72 എക്സെട്ര. അപ്പൊ നമുക്ക് കിട്ടിയത് നമ്പർ ഓഫ് സൈഡ്സ്, അതായത് വശങ്ങളുടെ ശ്രേണി 3, അത് 3 വരെ കാരണം മനസ്സിലായല്ലോ. ഏറ്റവും ചെറിയ ജോമെട്രിക് ഫിഗർ, അതായത് ജോമെട്രിയുടെ സിമ്പിളസ്റ്റ് ഫോം ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്സ്. അതിനേക്കാൾ ചെറിയ ഫിഗർ ഇല്ല, ജോമെട്രിക് ഫിഗർ ഇല്ല. അപ്പം ആംഗിൾ പറയുമ്പോൾ ആംഗിൾ ക്രോസ്ഡ് ഫിഗർ അല്ല, അത് ജോമെട്രിയുടെ ആംഗിൾ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയാണ്. സൈഡ് ക്രോസ്ഡ് ആണ്. അപ്പൊ ക്രോസ്ഡ് ആയിട്ടുള്ള ഫിഗർ മാത്രം നമ്മള് ജോമെട്രിക് ഫിഗർ പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ ജോമെട്രിക് ഫിഗർ ട്രയാംഗിൾ ആണ്. അതായത് ജോമെട്രിയുടെ സിമ്പിളസ്റ്റ് ഫോം ചോദിച്ചാൽ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് നമ്മൾ 3 തരുന്നത് 3, 4, 5 എക്സെട്ര. ഇവിടെ 1, 2, 3 ഇടാൻ പാടില്ല. ഏറ്റവും ചെറിയ സൈഡ് 3 ആണ്. 3, 4, 5 എഴുതണം. ഇനി സം ഓഫ് ഫിഗർ വെച്ചാൽ, അതായത് ആന്തരകോണുകൾക്ക് ഉപയോഗിച്ചാൽ നമുക്കറിയാം 3 സൈഡ്സ് ഉള്ള 180 ആണ്. അപ്പൊ 4 സൈഡ്സ് ആകുമ്പോൾ 180 ആണ്. അപ്പൊ 360. വീണ്ടും 180 ആണ്. 5 സൈഡ്സ് ആകുമ്പോൾ 540. സം ഓഫ് ഔട്ടർ, അതായത് പുറം കോണുകൾക്ക് കാണിച്ചാൽ എല്ലാം 360, ഏത് 360 ആണ്. അടുത്ത 1 ഇന്നർ ആംഗിളും 1 ഔട്ടർ ആംഗിൾ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ പോളിഗൺസ് റെഗുലർ ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് ഇന്നർ വയ്ക്കാൻ 180/3, നെക്സ്റ്റ് 360/4, നെക്സ്റ്റ് 540 ഡിവൈഡ് ബൈ 5. അതിൽ 1 ഔട്ടർ വയ്ക്കുന്നെങ്കിൽ ഔട്ടറിന്റെ സം എല്ലാം 360 അല്ലേ. അപ്പൊ 360/ഫസ്റ്റ് 3, നെക്സ്റ്റ് 360/4, നെക്സ്റ്റ് 360/5, 120, 90, 72 എക്സെട്ര. അടുത്ത നമുക്ക് ഹോംവർക്ക് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഹോംവർക്ക് ആണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം എഴുതേണ്ടത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് അറിയാമല്ലോ, only 2 factor numbers ആണ് പ്രൈം നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്തൊക്കെയാണ്? ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. വളരെ പഠിക്കാം. ഈ ഈവൻ നമ്പേഴ്സ് ഇരട്ടസംഖ്യകളുടെ ശ്രേണിയാണ്. ഇരട്ടസംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ ശ്രേണി, അഭാജ്യ സംഖ്യകളുടെ ശ്രേണി, ഭാജ്യ സംഖ്യകളുടെ ശ്രേണി. നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പൊ ഓക്കെ ആണല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റും. അപ്പൊ ഈ 4 സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം.
വേറെ പഠിച്ചാൽ നമ്മൾ സീക്വൻസ് ഫോം ചെയ്യാനാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഇതിന്റെ ഓൾജിബ്രിക് ഫോം ഉണ്ട്, അതിനെ പറ്റി സീക്വൻസ് ഫോം ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പാഠത്തിലേക്ക് വരാൻ പറ്റില്ല. അരിത്തമെറ്റിക് സീക്വൻസ് വരണമെങ്കിൽ വീണ്ടും ക്ലാസ് പഠിക്കേണ്ടി വരും. അപ്പം ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ കാണാവുന്നതാണ്.